ഒരു ദിവസം ഒരു ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെയും കൂട്ടി ഒരു രക്ഷിതാവ് സമീപിക്കുന്നു. ഈ വിദ്യാർത്ഥിയുടെ പ്രശ്നം എന്താണ്? കുറെ ദിവസങ്ങളായി ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും നല്ല ബന്ധമുള്ള ഈ രക്ഷിതാവ് എന്നോട് പറയും, ഈ കുട്ടിയോട് സംസാരിക്കുന്നു, എന്തുകൊണ്ടാണ് ഉറക്കം നഷ്ടപ്പെടുന്നത്, എന്നോട് തുറന്ന് സംസാരിക്കാം, സ്വഭാവത്തിലൊക്കെ എന്തോ ഒരു മാറ്റം തോന്നുന്നു, എന്തുകൊണ്ടാണ്, എനിക്ക് പറയാൻ തോന്നുന്ന സമയത്ത് പറയാം എന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി പറഞ്ഞു, എനിക്ക് ഒരു 2 പ്രണയബന്ധങ്ങളുണ്ട്. ഒരു ആൺകുട്ടിയാണ്. എൻ്റെ 2 പ്രണയബന്ധങ്ങൾ, ഒന്ന് എന്നേക്കാൾ മുതിർന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്, ഒരു ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്, മറ്റൊന്ന് +1 +2 തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. ഇവർ രണ്ടുപേരുടെയും പ്രണയം അതിശക്തമാണ്. ഇവർ രണ്ടുപേരും ഒരുപോലെ, ആദ്യം എന്താണ് പറയാ, അതിനൊക്കെ ഓരോ സാങ്കേതിക പ്രയോഗങ്ങളുണ്ടല്ലോ. ബെസ്റ്റി ആയിരുന്നു, അത് പിന്നെ അവര് ലവറായി. അപ്പോ അങ്ങനെ ആയതുകൊണ്ട് കൂട്ടരും ഇപ്പൊ രണ്ടാളും ഒരേ ഇതിലേക്ക് വന്നപ്പോ അത് എന്നെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നു. ഇവർ രണ്ടുപേരെയും മാനേജ് ചെയ്ത് പോകാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എന്നെ വിളിച്ചു. അപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, എനിക്കത് മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല, അവനെ ധരിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. എന്നാ ആയിക്കോട്ടെ, വന്നോളാൻ പറഞ്ഞു. അവർ വന്നു. ഞാൻ അവരായിട്ട് ഒന്നിച്ചിരുന്നു, സംസാരിച്ചു. ആദ്യം ഈ വിദ്യാർത്ഥിയായിട്ട് സംസാരിച്ചു. വളരെ നല്ല രീതിയിൽ റാപ്പോ സെറ്റിൽഡ് ആയതിനു ശേഷം ഞാൻ ചോദിച്ചു, എന്തൊക്കെയാണ്, എനിക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യമാണോ? അതെ. ഇപ്പൊ പറഞ്ഞു, എനിക്ക് ഇതാണ് കേസ്, ഈ പറയപ്പെട്ട 2 പേരും ഒന്നിച്ച് വന്നിരിക്കുന്നത്, മാനേജ് ചെയ്യുന്ന കാര്യം ആലോചിക്കുമ്പോൾ അസ്വസ്ഥത വരുന്നു, രണ്ടുപേരെയും ഈ വിഷയങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കുന്ന കാര്യം ആലോചിക്കാനേ പറ്റുന്നില്ല. അപ്പോ ഞാൻ ആ വിദ്യാർത്ഥിയോട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ തമ്മിൽ പ്രണയമാണ്, നീ ഈ 2 പേരെയും സ്നേഹിച്ചിട്ടുണ്ടോ? അതെ, സ്നേഹിച്ചിട്ടുണ്ട്. ഞാൻ സ്നേഹം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചില കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, സ്നേഹം എന്നത് ആജീവനാന്തം ഒരു മനുഷ്യന് എല്ലാ മനുഷ്യരോടും ഉണ്ടാകേണ്ട ഒരു പ്രോസസ്സാണ്. സ്നേഹത്തിന്റെ കൂടെ മറ്റൊരു സംഗതി വരുമ്പോൾ മാത്രമേ അത് ഈ പറയപ്പെട്ട ബന്ധങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഇന്ന് പ്രണയം എന്ന് വിളിക്കപ്പെടുന്ന സമയത്ത് തോന്നുന്ന സാധനം, അതിന്റെ അടിവേര്, അത് കാമമാണ്. കാമം ഒരു നെഗറ്റീവ് അല്ല എന്ന് പലപ്പോഴായി നാം സൂചിപ്പിച്ചിട്ടുണ്ട്. കാമം എന്നത് ബേസിക്കലി അത് നെഗറ്റീവ് അല്ല. അതേസമയത്ത് ആളും തരവും സന്ദർഭവും ഒക്കെ മാറുമ്പോൾ അത് നെഗറ്റീവാണ്. ഭക്ഷണമൊക്കെ പോലെ തന്നെ, ഭക്ഷണം കഴിക്കുക എന്നുള്ള നെഗറ്റീവ് അല്ല. അതേസമയത്ത് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് ഇറങ്ങിപ്പോരുക, അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ ആരും ഇല്ലാത്ത ഒരു സ്ഥലത്ത് പെട്ടെന്ന് പോയി അവരുടെ ഭക്ഷണം എടുത്ത് കഴിച്ചു പോരുക, ഇതുപോലെ ആള് മാറി സ്ഥലം മാറി റോഡിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, സ്ഥലം മാറിയാൽ ആള് മാറിയാൽ, അങ്ങനെ തുടങ്ങിയൊക്കെ ഭക്ഷണത്തിൽ പ്രശ്നമുള്ളതുപോലെ ഇതിലും പ്രശ്നമുണ്ട് എന്ന്. അപ്പോ ഇതാണ് അതിന്റെ ബേസിക്. നീ ഇവരെ സ്നേഹിക്കുക. അതിൽ സ്നേഹം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിടത്തും മറച്ചു വെക്കേണ്ടി വരില്ല. സ്നേഹം നിനക്ക് എവിടെയും, മാതാപിതാക്കളുടെ മുമ്പിൽ, ഗുരുനാഥന്മാരുടെ മുമ്പിൽ, സമൂഹത്തിന്റെ മുമ്പിൽ, അതുപോലെ സുഹൃത്തുക്കളുടെ മുമ്പിൽ ഒന്നും മറച്ചു വെക്കേണ്ടി വരാത്ത ഒരു വൈകാരികതയാണ് സ്നേഹം എന്ന് പറയുന്നത്. നീ ഇവരെ സ്നേഹിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നതിന്റെ പേരിൽ അവരുടെ സമ്പത്ത്, അഭിമാനം, പഠനം, ജോലി ഒന്നുമേ തകരാറിലാവുകയില്ല. ഒന്നും തകരാറിലാകാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ ഇവരെയെല്ലാം സ്നേഹിക്കൂ. സ്നേഹിക്കാൻ പറ്റുമോ? അത് സ്നേഹിക്കാൻ പറ്റും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? രണ്ടാമത്തത്, നമ്മള് സ്നേഹിക്കുക എന്നതിന്റെ പേരിൽ ഒരിക്കലും വിവാഹം അല്ലെങ്കിൽ ഒന്നിച്ചുള്ള ജീവിതം, ഇതൊന്നും നിർബന്ധമില്ല. സ്നേഹിക്കുന്നതിന്റെ പേരിൽ അതൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. മറ്റു ചില താല്പര്യങ്ങൾ കൂടി വരുമ്പോഴാണ് ഇത്തരം അഡീഷണൽ പാർട്ട് കടന്നു വരുന്നത്, അനുബന്ധങ്ങൾ കടന്നു വരുന്നത് അവിടെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ സ്നേഹിക്കാൻ പറഞ്ഞു. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അവരോട് പറയാ, ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. എന്നിട്ട് ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, നിന്റെ വീട്ടുകാരെന്ന് പറയുന്നത് മാനുഷികമായി നമ്മൾ ഒന്നിച്ച്, ഇപ്പൊ അവന് 17 16 17 വയസ്സായിട്ടുണ്ടാകണം. അപ്പൊ ഇത്രയും കാലം നമ്മൾ ഒന്നിച്ച് ജീവിച്ചു വളർന്നു, നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു, നമ്മൾ ഒന്നിച്ച് ജീവിച്ചു. അങ്ങനെയുള്ള അവരെയൊക്കെ പരിഗണിക്കൽ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഒരു മൂല്യമുള്ള, മാനുഷിക മൂല്യമുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്
ഒന്നിച്ച് ജീവിക്കുന്നവർ ഒന്നിച്ചു പോവുക, ഒന്നിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ പരസ്പരം തൃപ്തിപ്പെടുക എന്നൊക്കെ പറയുന്നത് മാനുഷിക മൂല്യമാണ്. അപ്പോ നിന്റെ പാരന്റ്സ്, നിന്നെ സ്നേഹിക്കുന്ന നിന്റെ പാരന്റ്സ്, ആ പാരന്റ്സിന് ഈ വിഷയത്തോട് ഒത്തുപോകാൻ കഴിയുമോ? ഇല്ല. അവരെ കൂടി പരിഗണിക്കുക എന്നുള്ള ഒരു മാനുഷിക മൂല്യമല്ലേ? അതെ, തീർച്ചയായും. അപ്പോ മറ്റൊന്ന്, ആ കുട്ടി, രണ്ട് കുട്ടികൾ, ആ രണ്ട് കുട്ടികളുടെയും പാരന്റ്സിന് ഈ ഒരു നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കുക എന്നുള്ളത് സാധ്യമാണോ? അല്ല. നിങ്ങൾ തമ്മിൽ ഇത്തരം ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നു എന്നറിയുന്നത് അവർക്ക് രണ്ടു കൂട്ടർക്കും തൃപ്തിയാകുമോ? ഇല്ല. ഇവരെ എല്ലാം അപമാനിക്കുന്ന, അവരെ എല്ലാം പ്രയാസപ്പെടുത്തുന്ന തരത്തിൽ ഈ ബന്ധം മുന്നോട്ട് പോകുന്നത് അവരെ സ്നേഹിക്കലാണോ? അവരെ സ്നേഹിക്കുകയാണെങ്കിൽ അവർക്ക് പരുക്കേൽക്കരുത്, അവർക്ക് പ്രയാസം ഉണ്ടാകരുത് എന്ന് ചിന്തിക്കില്ലേ? തീർച്ചയായും. അപ്പൊ അവരോട് പറയാ, ആത്മാർത്ഥമായി പറയാ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് പരുക്കേൽപ്പിക്കുന്നത് ഒരു കാര്യവും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തുറന്ന് കളങ്കമില്ലാതെ സംസാരിക്കുക. ഇവിടെ മറ്റൊരു സാങ്കേതികത്വം കിടക്കുന്നുണ്ട്, തേപ്പ്. അത് ഈ കുട്ടികളെ പരസ്പരം ഇട്ടേച്ചു അതായത് സ്വന്തം താല്പര്യങ്ങളും സ്വന്തം ഇഷ്ടങ്ങളും വന്നപ്പോ, തനിക്ക് കൂടുതൽ സൗകര്യമുള്ള ഒരു വിഷയം വന്നപ്പോ അതിനുവേണ്ടി ഒരു കക്ഷിയെ പാതി വഴിയിൽ ഇട്ടേച്ചു പോകുന്നതാണ് തേപ്പ്. അതേസമയം നമ്മൾ രണ്ട് സുഹൃത്തുക്കൾ ഒന്നിച്ച് മദ്യപിക്കാൻ പോകുന്നു. ആ മദ്യപിക്കാൻ പുറപ്പെട്ട എല്ലാ കഷ്ടപ്പാടും എടുത്ത് ഒരുമിച്ച് തീരുമാനിച്ചു അതിനുള്ള സാമ്പത്തികമൊക്കെ ശേഖരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മനസ്സിലായി ഇത് നമുക്ക് ആരോഗ്യത്തിന് നല്ലതല്ല, നമ്മുടെ അഭിമാനത്തിന് നല്ലതല്ല, ക്ഷതമേൽപ്പിക്കും എന്ന് ബോധ്യപ്പെട്ടാൽ അത് പരസ്പരം തീരുമാനിച്ച് പിന്മാറുന്നത് അത് ഒരു മോശമാണോ? അതൊരു വഞ്ചന എന്ന് പറയോ? ഇല്ല, അതൊരു തിരിച്ചറിവിന്റെ ഭാഗമാണ്. അങ്ങനെ ഒരു തിരിച്ചറിവിന് വേണ്ടി സന്നദ്ധമായി കൂടെ? അതെ, അങ്ങനെ പറ്റും. നീ ഒന്ന് പ്ലാൻ ചെയ്തു നോക്കൂ. അതെ, പ്ലാൻ ചെയ്യാം. കുറഞ്ഞ സമയം സംസാരിച്ചിട്ടുള്ളൂ എങ്കിലും ആ സഹോദരൻ പറഞ്ഞു, ഓക്കെ, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. കുറച്ചു ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ രക്ഷിതാവിനെ കണ്ടു. പറഞ്ഞപ്പോ വളരെ ഹാപ്പിയാണ്, ഒരു പ്രയാസമില്ല. ദിവസങ്ങളായി വളരെ കഷ്ടപ്പെട്ട് കഴിയായിരുന്നു. ഇവിടെ ഞാൻ സൂചിപ്പിച്ചത് ഒരു വിഷയമാണ്. നമുക്ക് പ്രണയം എന്ന് പറയുന്നത് ചെന്ന് കുടുങ്ങിയതിന് ശേഷം പലരും പെടാറുണ്ട്. അവരുടെ ഒരു ചിന്ത എന്താണെന്നറിയോ? എനിക്ക് ഒരു ബന്ധം ഇപ്പോൾ ഉണ്ടായി, അപ്പോ ഈ ഒരു ഇഷ്ടപ്പെട്ട് തോന്നിയ ഇവരുടെ കൂടെ അല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ, അതിന് പിന്നെ പാരന്റ്സിനെയൊക്കെ കാത്തിരിക്കലാണോ? അല്ല. നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടപ്പെടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതുപോലെ അനേകം പേരെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു മനുഷ്യന് മുന്നോട്ട് ഒന്നിച്ച് ജീവിക്കാൻ ഒരുപാട് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഇഷ്ടപ്പെട്ടാൽ തന്നെ നമുക്കൊന്നിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അതിൽ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് പകരം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയാൽ മതി. അഥവാ ഒരാളെ സഹിച്ച് പുറത്തു കൊണ്ടുപോകുന്നതിന് പകരം ഒരാളെ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. സഹിച്ച് പുറത്തു പോവുക എന്നത് ഒരുതരം മൂടിവെക്കലാണ്. ഈ മൂടിവെച്ച സാധനങ്ങളെല്ലാം കൂടി അവസാനം പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അതുകൊണ്ട് നാം ചെയ്യേണ്ടത്, പ്രണയത്തിൽ പെട്ടുപോയവർ അവർ ചെയ്യേണ്ടത് സ്നേഹിക്കാൻ സന്നദ്ധമാവുക. നമ്മൾ ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ജീവി അല്ലല്ലോ. അതുകൊണ്ട് ആ സാമൂഹ്യ ജീവിതം ഉൾക്കൊള്ളുക, അതിന്റെ ഭാഗമാവുക. അതൊരു മാനുഷിക മൂല്യമാണ്. ഈ മൂല്യമുള്ള ജീവിതമാണ് ഇന്ന് മനുഷ്യനേറെ ആവശ്യം. അതുകൊണ്ട് പരസ്പരം ഉൾക്കൊണ്ടും പരസ്പരം ചേർത്ത് പിടിച്ചും ജീവിക്കാൻ പറ്റിയാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ടാകും. വിദ്യാഭ്യാസത്തിന്റെ പേരിനോട് ചേർന്ന് വരുന്ന അക്ഷരങ്ങൾ പലതും ഉള്ളവർക്ക് പോലും ഒരുപക്ഷെ ഈ തിരിച്ചറിവിലേക്ക് വരാൻ കഴിയാതിരിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നു. സ്വയം ജീവിതം നഷ്ടപ്പെടുന്നു. അതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിന് ഏറെ പ്രഹരമേൽപ്പിക്കുന്നു, ഏറെ ക്ഷതമേൽപ്പിക്കുന്നു. എല്ലാറ്റിലും ഉപരി പ്രണയവിവാഹങ്ങൾ ലോകോത്തര നിലവാരമുള്ള, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിറ്റയിക്കപ്പെട്ട, മില്യൺ കണക്കിന് വിറ്റയിക്കപ്പെട്ട കോപ്പികൾ വിറ്റയിക്കപ്പെട്ട അറിയപ്പെട്ട ഒരു പുസ്തകമാണ് ദ 5 ലവ് ലാംഗ്വേജ്, 5 സ്നേഹഭാഷകൾ എന്ന അർത്ഥമുള്ള ഈ പുസ്തകം. ഗാരി ചാപ്മാൻ എന്ന ഒരു സൈക്കോളജിസ്റ്റിന്റേതാണ് ഈ പുസ്തകം. അനേകം യഥാർത്ഥ ജീവിതാനുഭവങ്ങളിൽ നിന്ന് അടർത്തി വെച്ച് കാര്യങ്ങൾ സമർത്ഥിക്കുന്ന ആ പുസ്തകത്തിലെ വലിയ ഒരു പ്രധാനപ്പെട്ട പരാമർശം തന്നെ കാണാം. ഈ പ്രണയ ജീവിതത്തിന് ശേഷം വിവാഹത്തിലേക്ക് കടന്നു വരുന്ന വിവാഹങ്ങൾ അനേകം പൊട്ടിപ്പോകുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു. അതിന്റെ കാരണം പരസ്പരം തിരിച്ചറിയാനും
ജീവിക്കേണ്ടത് എങ്ങനെ, ജീവിക്കാൻ പരസ്പരം ഉൾക്കൊള്ളേണ്ടത് എങ്ങനെ എന്ന ആ തിരിച്ചറിവില്ലാത്തതിന്റെ പേരിലാണ് എന്ന് പറയുന്നത് കാണാം. നമുക്കും തിരിച്ചറിവോടുകൂടെ ജീവിക്കാൻ കഴിയും. അതിന് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹാപ്പി ഫ്രം ഹാപ്പി സോൺ.